പശ്ചിമേഷ്യൻ രാഷ്ട്രീയം മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രക്ഷുബ്ധമാണ്. ഇസ്രായേലും ഇറാനും നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഒരാളിലേക്കാണ്, ഇസ്മായിൽ ഖാനി. ഇറാന്റെ കരുത്തുറ്റ സൈനിക വിഭാഗമായ ഖുദ്സ് ഫോഴ്സിന്റെ തലവൻ. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയി കൊല്ലപ്പെട്ട ആക്രമണത്തിന് പിന്നാലെ ഖാനിയെ കാണാതായത് വലിയ അഭ്യൂഹങ്ങൾക്കാണ് വഴിമാറിയത്. എന്നാൽ ഖാനി കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അത് ശത്രുക്കളുടെ ആക്രമണത്തിലല്ല, മറിച്ച് ചാരപ്രവർത്തനത്തിന് സ്വന്തം രാജ്യം അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതാണെന്നും വാർത്തകൾ വരുന്നു. ഇറാൻ കണ്ട ഏറ്റവും വിശ്വസ്തനായ സൈനികൻ എങ്ങനെ ഇസ്രായേലിന്റെ ചാരനായി മുദ്ര കുത്തപ്പെട്ടു? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാൻ സൈന്യത്തിന്റെ വിദേശ ഓപ്പറേഷനുകൾ നിയന്ത്രിച്ചിരുന്ന ഖാസിം സുലൈമാനിയുടെ വധത്തിന് ശേഷമാണ് 2020 ഇസ്മായിൽ ഖാനി ഖുദ്സ് ഫോഴ്സിന്റെ കമാൻഡറായി ചുമതലയേൽക്കുന്നത്. എന്നാൽ സുലൈമാനിക്കുണ്ടായ പ്രഭാവം ഖാനിക്കുണ്ടായിരുന്നു എന്നത് തർക്കവിഷയമാണ്. അടുത്തിടെ ആയത്തുള്ള അലി ഖാംനയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് ഖാനിയുടെ മേൽ സംശയത്തിന്റെ നിഴൽ വീഴ്ത്തിയത്. അന്ന് ഖാംനയ്ക്കൊപ്പം അതേ സ്ഥലത്ത് ഖാനിയും ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അദ്ദേഹം മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 9 ജന്മങ്ങളുള്ള മനുഷ്യൻ എന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഈ സാഹചര്യം മുൻനിർത്തിയാണ്. എന്നാൽ ഈ രക്ഷപ്പെടൽ ഇറാന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് അത്ര ദഹിച്ചില്ല. ഉന്നത നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടപ്പോൾ ഖാനി മാത്രം എങ്ങനെ സുരക്ഷിതനായി? ഈ ചോദ്യമാണ് അന്വേഷണത്തിലേക്ക് നയിച്ചത്. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന് വേണ്ടി ഖാനി ചാരവൃത്തി നടത്തിയെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഖാംനയുടെയും ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയുടെയും നീക്കങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഖാനി ചോർത്തി നൽകിയോ എന്ന് ഇറാൻ സംശയിക്കുന്നു. ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഖാനിയെ ഇറാൻ രഹസ്യമായി തടവിലാക്കി ചോദ്യം ചെയ്യുകയായിരുന്നു. ഈ ചോദ്യം ചെയ്യലിനിടെ കഠിനമായ സമ്മർദ്ദം മൂലം അദ്ദേഹം ഹൃദയാഘാതം വന്ന് മരിച്ചുവെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ വഞ്ചനാ കുറ്റത്തിന് അദ്ദേഹത്തെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയെന്ന് മറ്റു ചില റിപ്പോർട്ടുകൾ ഉറപ്പിച്ചു പറയുന്നു. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ IRGCക്കുള്ളിൽ തന്നെ മൊസാദിന്റെ ചാരന്മാരുണ്ടെന്ന ഭയം ഈ സംഭവത്തോടെ ശക്തമായിരിക്കുകയാണ്. എന്നാൽ ഈ നാടകീയമായ കഥകൾക്കിടയിലും ഇസ്മായിൽ ഖാനി ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തന്നെയാണ് കൊല്ലപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല. ലെബനനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഖാനി കൊല്ലപ്പെട്ടതായി പ്രമുഖ മാധ്യമമായ ലൈവ് മിന്റ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് അദ്ദേഹം ഇസ്രായേലിന്റെ ചാരനല്ലായിരുന്നുവെന്നും മറിച്ച് ഇസ്രായേൽ കൃത്യമായി ലക്ഷ്യം വെച്ച് വധിച്ചതാണെന്നും ഒരു വിഭാഗം വിശ്വസിക്കുന്നു. ഇറാൻ ഔദ്യോഗികമായി ഖാനിയുടെ മരണം സ്ഥിരീകരിക്കാത്തത് ഈ ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കുന്നു. ചാരവൃത്തി ആരോപണങ്ങൾ ഒരുപക്ഷെ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയ പോരുകളുടെ ഭാഗമായി ഉയർന്നു വന്നതാകാനും സാധ്യതയുണ്ട്. ഇസ്മായിൽ ഖാനിയുടെ മരണം അല്ലെങ്കിൽ ഈ തിരോധാനം ഇറാനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. ഖാസിം സുലൈമാനിയുടെ പിൻഗാമിയായി വന്ന ഒരാൾ ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷനാകുന്നത് ഇറാന്റെ സുരക്ഷാ സംവിധാനങ്ങളിലെ വലിയ വിള്ളലുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ സൈന്യം ഇറാന്റെ ഉന്നതങ്ങളിലേക്ക് എത്രത്തോളം തുളച്ചു കയറിയെന്നതിന്റെ തെളിവാണ് ഈ സംഭവങ്ങൾ. വരും ദിവസങ്ങളിൽ ഇറാൻ ഔദ്യോഗികമായി എന്ത് പ്രതികരണം നടത്തും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ദുരൂഹതയുടെ ചുരുളഴിയുന്നത്.